As climate change pushes fishing communities deeper into the ocean in search of profitable catch, a group of fishermen in Thiruvananthapuram is turning to traditional knowledge to help restore fish stock. These fishermen have been deploying fish aggregating devices or FADs in the shallow waters near the shore. Made from organic materials like bamboo, these structures attract fish to these locations, allowing fishermen to catch them closer to the coast. The FADs are attached to old boats and towed to selected spots where they are tipped over. The FADs are then weighed down so they sink to the ocean floor. For an investment of physical labor and time, the fishermen get an improved catch in return. ഞങ്ങൾ 100 ആൾക്കാരുണ്ട്. ഞങ്ങൾ എല്ലാ കുടുംബങ്ങളും കഴിയുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ അത് കണ്ടാണ് ഞങ്ങൾ വർഷം തോറും ഞങ്ങൾ ഇതിനു വേണ്ടി ഞങ്ങൾ പണി മെച്ചം ഞങ്ങൾക്ക് കഷ്ടമില്ലാണ്ട് 500-1000 രൂപ ഞങ്ങൾ കിട്ടിക്കൊണ്ട് പോകും. മീൻ കിട്ടും. ഒന്നും ഇല്ലാതെ ഞങ്ങൾ പോകില്ല. 500 രൂപ ഞങ്ങൾ കിട്ടും ഇവിടെ നിന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ചെയ്യാൻ കാരണം. അധികം ദൂരത്തേക്ക് പോകാത്തത് ഞങ്ങൾക്ക് പോയാൽ ഒന്നും കിട്ടുന്നില്ല. അതിനുള്ള സീസൺ ഇല്ല, മീനില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇവിടെ കൊണ്ട് നമ്മളിത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. Divers from Friends of Marine Life and Scuba Cochin have documented the improvements during their underwater dives. They claim that the FADs have achieved results that government artificial reefs have struggled to deliver. ഇപ്പോൾ അവർ താഴ്ത്തിയ ഫാഡ് അത് ഞങ്ങൾ കണ്ടു. അവിടെ ഫിഷ് അഗ്രിഗേഷൻ മേ ബി കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ. കാരണം ഇതിനകത്തൊരു ബയോമാസ് അറ്റാച്ച്ഡ് ആവും. അതിന് ഫ്യൂ ഡേയ്സ് കൊണ്ട് അറ്റാച്ച്ഡ് ആവും. ആ ബയോമാസിൻ്റെ ഒരു സ്മെല്ല് വരും. അപ്പോൾ ചെറിയ മീനുകൾ വരും. പിന്നെ അതിനെ ആഹരിക്കുന്ന മറ്റു വലിയ മീനുകൾ വരും. ഇതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. സാധാരണ വള്ളം താകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടില്ല. എയർ പോകാത്തോണ്ടൊന്നും താരാത്തത്. കുഴപ്പമില്ല. അങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് 2-3 ചാക്ക് മണ്ണ് അധികം കൂടെ ഇട്ടിട്ട് താന്നായിരുന്നത്. ഇപ്പോഴാണ് താന്നത്. കമ്പ്യൂട്ടർ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. കമ്പ്യൂട്ടർ ഉണ്ട്, അതിൽ അടിച്ചിടും. ഈ താക്കുന്ന സ്ഥലം അടിച്ചിടും. നമ്മൾ ജോലി ചെയ്യാൻ വരുമ്പോഴത്തേക്കും അത് അടിച്ചിട്ട് ജോലി ചെയ്യും. Climate change and extreme weather events are taking a toll on local fishing communities. Coral bleaching adds to the problem. The wise and sustainable way adopted by these fishermen may just be the solution.